കോൺഗ്രസും യു.ഡി.എഫും ആഗോള സംഗമത്തിന് സ്വീകരിച്ച നിലപാടിനെ വിശ്വാസി സമൂഹം ഇരു കൈയും നീട്ടി സ്വീകരിച്ചതിന്റെ തെളിവാണ് പരിപാടിയുടെ ദയനീയ പരാജയമെന്നാണ് കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് എ.പി. അനിൽകുമാറിന് പറയാനുള്ളത്. പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന സർക്കാരിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയാണ് അയ്യപ്പ സംഗമം എന്ന തട്ടിക്കൂട്ട് പരിപാടിയെന്ന് അദ്ദേഹം പറയുന്നു. ശബരിമലയെ സ്ഥിരം വിവാദ കേന്ദ്രമായി നിലനിർത്താനും വികസനം എന്ന പേരിൽ തങ്ങളുടെ കച്ചവട താൽപര്യം സംരക്ഷിക്കാനും ഏതാനും പേർ ചേർന്ന് നടത്തിയ തട്ടിപ്പിനെ തള്ളിക്കളഞ്ഞ വിശ്വാസി സമൂഹത്തെ ആദരവോടെ അഭിനന്ദിക്കുന്നുവെന്നാണ് അനിൽകുമാർ പറഞ്ഞത്. ബദൽ സംഗമം പ്രഖ്യാപിച്ച കേരള ബി.ജെ.പിയുടെ മുഖത്തേറ്റ അടിയാണ് അയ്യപ്പ സംഗമത്തിലെ യോഗിയുടെ അദൃശ്യ സാന്നിധ്യമെന്നും കേരള ബി.ജെ.പിയുടെ നിലപാടുകളെ കേന്ദ്ര നേതൃത്വം അവജ്ഞയോടെ തള്ളുന്നത് ആദ്യത്തെ സംഭവമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിലെ CPIM-ഉം ബി.ജെ.പിയും തമ്മിലുള്ള രഹസ്യബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നതാണ് നടന്നിരിക്കുന്നത്. തീവ്ര വർഗീയതയും ന്യൂനപക്ഷ ഉന്മൂലന സിദ്ധാന്തങ്ങളും കൊണ്ട് കുപ്രസിദ്ധി നേടിയ യോഗി വരും കാലങ്ങളിൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ മുഖം കൂടിയാണ്. യോഗിയുടെ ആശംസയെ പ്രശംസയായി കാണുന്ന CPIM ഈ സംസ്ഥാനത്തെ മതന്യൂനപക്ഷങ്ങളോടും മതേതര വിശ്വാസികളോടും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിനെ ആക്ഷേപിച്ച ചില സമുദായ നേതാക്കളുടെ രാഷ്ട്രീയ പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടെ കേരളം തള്ളിക്കളയുമെന്നും കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് നടത്തിയ രാഷ്ട്രീയ അയ്യപ്പ സംഗമം പരാജയപ്പെട്ടതിന്റെ ജാള്യത മറക്കാൻ കോൺഗ്രസിന്റെയോ യു.ഡി.എഫിന്റെയോ മേലിൽ കുതിര കയറാൻ വരണ്ട എന്നും അദ്ദേഹം പറയുന്നു. അല്ലെങ്കിലും അയ്യപ്പ സംഗമത്തിന് ബുക്ക് ചെയ്തതിൽ 623 അംഗങ്ങൾ മാത്രമേ എത്തിയിരുന്നുള്ളൂ എന്നത് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഒഴിഞ്ഞ കസേരകൾ എടുത്ത് പടവും കാണിച്ചു. എന്നാൽ 4000-ഓളം പേർ ചടങ്ങിൽ പങ്കെടുത്തതായാണ് ഗോവിന്ദൻ പറയുന്നത്. ആളൊഴിഞ്ഞ ചിത്രം AI കൊണ്ട് ഉണ്ടാക്കിക്കൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിയാണ്, ഇങ്ങനൊരു പുതുയുഗത്തിൽ അതിന് സാധ്യത ഇല്ലാതില്ലല്ലോ. ഇനി VN വാസവൻ പറയുന്നതോ, അയ്യപ്പ സംഗമം ചീറ്റിപ്പോയെന്ന കോൺഗ്രസ് വിമർശനം വിഷമകരമായ സാഹചര്യത്തിൽ സ്വയം സംതൃപ്തി അടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണത്രേ. സംഗമം തുടങ്ങും മുമ്പ് എടുത്ത വിഷ്വൽ ചില മാധ്യമങ്ങൾ ബോധപൂർവം പ്രചരിപ്പിച്ചു. വിമർശനങ്ങൾക്ക് അടിസ്ഥാനമില്ല. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ആളുകൾ 3 സെഷനായി പിരിഞ്ഞുമെന്നുമാണ് VN വാസവന്റെ വിശദീകരണം. എന്തായാലും അയ്യപ്പ സംഗമം വൻ വിജയമായിരുന്നെന്ന് വരുത്തി തീർക്കാൻ ഭരണപക്ഷം പെടുന്ന പാട് ചില്ലറയൊന്നുമല്ല.